കൊച്ചി പഴങ്ങനാട് ജംഗിൾ പാർക്കിലെ ചതുപ്പിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ചതിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിച്ചതിൽ പഞ്ചായത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്കാരെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് പഴങ്ങനാട് ജംഗിൾ പാർക്കിലെ ചതുപ്പിൽ വീണ് 5 വയസ്സുകാരൻ ആദം മരിക്കുന്നത്. ഉച്ചഭക്ഷണ സമയത്ത് ആദത്തെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാർക്കിലെ വെള്ളച്ചാലിൽ നിന്ന് കുട്ടിയെ കിട്ടുന്നത്. തുടർന്നാണ് പാർക്കിന്റെ ഓരോ വീഴ്ചകളും പുറത്തുവരുന്നത്. ഇതിൽ പഞ്ചായത്തിന്റെ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൂട്ടുത്തരവാദിത്വം, 2020 പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക, ജംഗിൾ പാർക്കിന്റെ മറവിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് അന്വേഷിക്കുക. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരാളോട് ലൈസൻസ് എടുക്കാൻ നമ്മൾ പറഞ്ഞു വിടുന്നു, അവർ സെക്രട്ടറി വന്ന് കാണുന്നു. അതിൽ കഴിഞ്ഞ് പിന്നെ ലൈസൻസ് എടുത്തോ എന്ന് ഓരോ സ്ഥലങ്ങളിലും പോയി മെമ്പർമാരെ അന്വേഷിക്കാറില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല. അത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. അവിടെ വന്ന് ആ ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ സെക്രട്ടറി തീർച്ചയായിട്ടും പറയണമായിരുന്നു, അവിടെ പോയി അന്വേഷിക്കണമായിരുന്നു, അവിടെ ലൈസൻസ് ആവശ്യമുള്ള ഒരു സംഭവമാണോ അവർ ചെയ്തിരിക്കുന്നതെന്ന് അവരന്വേഷിക്കണമായിരുന്നു. അത് അന്വേഷിക്കാതെയാണ് മറുപടി കൊടുത്തത്. സ്ഥാപന ഉടമകൾ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടില്ലെന്നും വിവരാവകാശ രേഖ മാത്രമാണ് ലഭിച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. ലൈസൻസിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടില്ല. ഇനി ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ലൈസൻസിന് വേണ്ടി ഒരു അപേക്ഷ തന്നിട്ട് അത് നൽകാതിരുന്നു എന്ന് പറയുന്നത് എങ്കിൽ അതിൽ അതിന് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയുണ്ടെന്ന് പറയാം. അവർ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. അവരാകെ ഇതിൽ ചോദിച്ചതെന്ന് പറയുന്നത് ഒരു വിവരാവകാശം മാത്രമാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബന്ധപ്പെട്ടവർ പരസ്പരം പഴിച്ചായിരുന്നു. സംഭവം RDO അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ 3 ആഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പാർക്കിന്റെ നടത്തിപ്പുകാരിലേക്ക് കൂടെ അന്വേഷണം നീളേണ്ടതുണ്ട്. മീഡിയ 1 കൊച്ചി.